ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചേർന്ന് പാടാം. ഇന്നതല്ലതാ ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള
ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ 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 രോഗസൗഖ്യ ജീവിത പ്രശ്ന ദുരിത നിവാരണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ഈ കണ്ണീരിൻ്റെ കാലത്ത് എത്താൻ കഴിഞ്ഞത് വലിയൊരു ആശ്വാസമായിട്ട് കരുതണം. പതിനായിരങ്ങൾ ദൈവത്തെ നേരിട്ട് കണ്ട് മാതാവിൻ്റെ കരസ്പർശം അനുഭവിച്ച് ജീവിത ഭാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ദൈവം കൽപ്പിച്ചു നൽകിയ സ്വർഗത്തിൻ്റെ അവകാശമായ പുണ്യഭൂമിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതൊരു ജീവിത വിളിയായിട്ട് കാണണം. കർത്താവ് നിന്നെ ഇത്രയും സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. പതിനായിരങ്ങൾ പ്രയാസപ്പെടുമ്പോഴും നിന്നെ മാത്രം എന്തുകൊണ്ട് കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിച്ചു എന്ന് നിനക്കിനി ചിന്തിക്കേണ്ടി വരും. ദൈവവേദനെ ദൈവം നിന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് നിന്റെ കൃപാസനത്തിലേക്കുള്ള ദൈവവിളി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം യേശുവേ നന്ദി യേശുവേ മഹത്വം ആരാധന ആരാധന യേശുവേ നന്ദി മഹത്വം 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 ഹല്ലേലൂയ നിന്റെ അനുഗ്രഹത്തിൻ്റെ വലതുകരം നിന്റെ അവകാശവും ഓഹരിയുമായ നിന്റെ ജനത്തിൻ്റെ മേലെ ഈ പ്രഭാതത്തിൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മറ്റു ഒരുവനിലും രക്ഷയില്ല എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു സത്യമുണ്ട്. മറ്റാരിലും സഹായമില്ല. കർത്താവേ, മറ്റാരിലും സഹായമില്ല എന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിന്നിലാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നിന്നിലാണ് ഞങ്ങളുടെ സഹായം. ഞങ്ങൾ ഒരേ മനസ്സോടെ നിന്നെ ആരാധിക്കുന്നു, ഒരേ മനസ്സോടെ നിന്നെ സന്തോഷിക്കുന്നു. സ്തുതിക്കട്ടെ. നീ മാത്രം മതി. കർത്താവേ, ഈ പ്രഭാതം ഞങ്ങൾക്ക് ഓഹരിയായി നൽകിയതിന് നിന്നെ ആരാധിക്കുന്ന നിന്റെ സന്നിധാനത്തിൽ സന്തോഷിക്കാൻ, നിന്റെ സവിധത്തിൽ ഞങ്ങളുടെ ഭാരങ്ങളും രോഗങ്ങളും ഇറക്കി വെക്കുവാൻ നീ തന്ന പ്രഭാതത്തിന് നന്ദി പറയുന്നു. കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ലാത്തവരുണ്ട് ഇവിടെ. സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുണ്ട് ഇവിടെ. അവിടെ സങ്കടങ്ങളെ ആധിക്യം കൊണ്ട് കർത്താവെ എന്ന് വിളിച്ചാൽ പകുതി പോലും വെച്ച് മുറിഞ്ഞു പോകുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാം നിൻ്റെ തിരുമറുവാർന്ന വലതുകരത്താൽ, അനുഗ്രഹത്തിൻ്റെ ആണിപ്പഴുതാർന്ന വലതുകരത്താൽ അവരെ ഈ നിമിഷം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ഭാരങ്ങൾ, വലിയ ക്ലേശങ്ങൾ,
വലിയ രോഗങ്ങൾ, വലിയ ഭീഷണമായിട്ടുള്ള സാഹചര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ നിൻ്റെ മനസ്സിന് ദൈവവേദനെ ഇപ്പോൾ മാറിപ്പോകുന്നതിന് ഓർത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിന്ദിതര് സ്വന്തം മക്കളുടെ മുമ്പിൽ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ നിസ്സഹായരായി സാധിക്കാതെ നിന്ദിരായി നിൽക്കുന്ന മാതാപിതാക്കന്മാരെ കണ്ണീരോടെ അങ്ങയുടെ തിരുസേനയെ സമർപ്പിക്കാൻ കർത്താവെ, മാതാപിതാക്കന്മാർ മക്കൾ നൽകിയത് നീയാണെങ്കിൽ നീ തന്നെയാണ് അവരുടെ മാതാപിതാക്കന്മാരെന്ന് മനസ്സിലായിക്കൊണ്ട് കർത്താവെ, മക്കളെ ഓർത്ത് പ്രയാസപ്പെടുകയും മക്കൾക്ക് വേണ്ട വിധം ജീവിതം ക്രമീകരിക്കാൻ സാധിക്കുന്നില്ലെന്ന് ഓർത്തുകൊണ്ട് നിസ്സഹായതയും നിന്ദനവും അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ കർത്താവിൻ്റെ ശക്തി പ്രകടിക്കട്ടെ, കർത്താവിൻ്റെ ശക്തി പ്രചരിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സാമ്പത്തിക ബാധ്യതകളുള്ളവർ, ലിഫ്റ്റ് നടപടിയെ നേരിടുന്നവർ, സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമല്ലോ, തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങൾ, ചെറിയ വ്യാപാരങ്ങൾ, അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവർ, തങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നല്ലോ എന്നോർത്ത് വേദനിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണത്തിൽ കടന്നു ചെന്നുകൊണ്ട് ആ കുടുംബത്തിൻ്റെ അപമാനകരമായ ഭാരത്തിൽ നിന്ന് ആ കുടുംബത്തിൻ്റെ ആവശ്യപ്രാത തന്നെ അവരെ സംരക്ഷിക്കുന്ന അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവപൈതലെ നിന്നെ അലട്ടുന്ന എല്ലാ ഭൗതിക വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കർത്താവെ, ഇപ്പോഴും ജോലിയില്ലാതെ അലയുന്നവരെ, കർത്താവെ, വിദേശ രാജ്യങ്ങളിലായാലും ഇപ്പോഴും വിസ എക്സ്പയർ ആകാൻ പോകുന്ന അവർക്ക് ജോലിക്ക് ആയില്ല, അതിൻ്റെ പേര് പുതിയ വിസ പുതുക്കാൻ പറ്റണില്ല, അവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടമ്പ് എടുക്കാത്തവരുണ്ട്, ഉടമ്പ് എടുത്തവരുണ്ട്, അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നവരുണ്ട്. അവരെല്ലാം ഇപ്പോൾ അങ്ങ് സന്ധിക്കുന്ന കർത്താവെ, അമ്മേ, പരിശുദ്ധമ്മേ, അവരെല്ലാം ഞാനിപ്പോൾ ആൾത്താരിൽ ഓർക്കുകയാണ്. ഈ ആരാധന കൂടുന്ന നിമിഷങ്ങളിൽ, ഈ നിമിഷങ്ങൾ തന്നെ അവരെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ കയറുകളും പൊട്ടിപ്പോകുന്നതിനും അവർ ജീവിതത്തിലെ കർത്താവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി അവരലട്ടുന്ന എല്ലാ ജോലി സംബന്ധമായ തടസ്സങ്ങൾ, സാമ്പത്തികമായ തടസ്സങ്ങൾ, പരീക്ഷ സംബന്ധമായ തടസ്സങ്ങൾ, ഇൻ്റർവ്യൂ സംബന്ധമായ തടസ്സങ്ങൾ, അതുണ്ടാകുന്ന എല്ലാ വീഴ്ചകളും പരാജയങ്ങളും യേശു ക്രിസ്തു നാമത്തിൽ നിന്റെ കഴിവിനേക്കാൾ ദൈവത്തിൻ്റെ കൃപയാൽ നീ ദൈവത്തെ നേടാൻ കഴിയട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ, ചില ശരീരത്തിലൊരു കുരു വരുന്നത് പോലും കർത്താവേ എന്താദ്യോടെയാണ് അങ്ങയുടെ മക്കളെ അനുഭവിക്കണത്. അവർക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല, ജോലിക്ക് പോകാൻ പറ്റണില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല, വേദന കൊണ്ട് അവർ പുളയുന്നു, അവിടെ കാര്യങ്ങൾ നടക്കണില്ല, അതുകൊണ്ട് കുടുംബത്തിനൊരു ബാധ്യതയായി മാറുന്നു, അവർ മാനസികമായി ഭാരപ്പെടുന്നു. എൻ്റെ ദൈവമേ, ഒരു ചെറിയ വേദന കൊണ്ട് 1000 വേദന കൂടെ വരികയാണ് കർത്താവേ. അതെല്ലാം അതിനെല്ലാം കർത്താവ് അതിജീവിക്കാനുള്ള കൃപ, അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ സൗഖ്യങ്ങൾ അവർക്ക് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്കളില്ലാത്തവർ സ്വന്തം പ്രാർത്ഥിക്കുന്ന, വിവാഹം ഒത്തുവരാത്ത പ്രാർത്ഥിക്കുന്ന,
കർത്താവെ, രോഗികൾ, ക്യാൻസർ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ബ്രസ്റ്റിലെ മുഴകൾ, ശരീരത്തിലെ സിസ്റ്റുകൾ, ആന്തരിക അവയവങ്ങളുടെ നീർക്കെട്ടലുകൾ, വാതരോഗങ്ങൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവെ, ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന ഓരോ രോഗങ്ങൾ കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്പെടുത്താവുന്ന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ വെക്കപ്പെടുകയും യേശുക്രിസ്തു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ സകല പരിശുദ്ധന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് മാരക രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ